ശാസ്ത്ര പ്രചാരണ സംവിധാനങ്ങൾ നിലവിൽ വരുത്തുക. അവയെല്ലാം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വളർത്തുക. ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ജനോം ഡാറ്റാ സെൻറ്റർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സയൻസ് പാർക്കുകൾ ഇവയെല്ലാം സ്ഥാപിക്കുന്നത്. സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി, സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. ഈ സ്ഥാപനം KDISCിൻ്റെയും KCST കേരള സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് കൗൺസിലിൻ്റെയും ആഭിമുഖ്യത്തിലും രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ സയൻറ്റിഫിക് മെൻറ്ററിങ്ങിലൂടെയാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ ഡൊമൈനിൽപ്പെട്ട ഹ്യൂമൻ, ആനിമൽ, പ്ലാന്റ്, അക്വാട്ടിക്, എൻവറോൺമെൻറ്റ് എന്നീ മേഖലകളിൽപ്പെട്ട സൂക്ഷ്മാണു വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ള പഠനവും അതെങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ഈ സൂക്ഷ്മാണുക്കളെ എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം.